മറ്റൊരു വിഭാഗമാണ് പച്ചവെള്ളം വെറുതെ കിട്ടുക, കുടിക്കാൻ പോലും പറ്റാതെ 20,000 25,000 രൂപ കൊടുത്ത് ഡയാലിസ് ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരെ, ഇവരുടെ വീടുകളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എവിടെ പോയിട്ട് പറയും? ഒരു പക്ഷേ ഡയാലിസ് സൗകര്യം കിട്ടിയാൽ പോലും അതിൻ്റെ മറ്റുള്ള ആ വീട് അനുഭവിക്കുന്ന വേദനകളുണ്ട്. ഇവരൊന്നും എല്ലാ കാലം ജനിച്ചു വീണപ്പോഴേ കിഡ്നി രോഗികളല്ല. ഇവരെല്ലാം ഗൾഫിൽ നന്നായിട്ട് അധ്വാനിച്ചവരാണ്, തൊഴിൽ ചെയ്ത് ജീവിച്ചവരാണ്, സമൂഹത്തിൽ നമ്മളെക്കാൾ ഉന്നതന്മാരായി ജീവിച്ച ആളുകളാണ്. ഒരു ലാബ് റിപ്പോർട്ടും ഒരു സ്കാനിങ് റിപ്പോർട്ടും കിട്ടിയപ്പോൾ ഇതാ അടുത്ത ആഴ്ചകളിൽ ഡയാലിസിസ് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ സഹോദരന്മാർ വർഷം ഡയാലിസിസ് ചെയ്ത് ഉള്ള വീടും സ്ഥലവും വിട്ട് കോടികളുള്ള ഒരു മനുഷ്യൻ, കോടികൾ ഉറുപ്പുണ്ടായിരുന്നു. പക്ഷേ 10 കൊല്ലത്തെ ഡയാലിസിന് ശേഷം ഇപ്പോൾ എനിക്കൊരവസ്ഥ വന്നു. സഹോദരൻ, നമ്മൾ ആലോചിക്കുക, അള്ളാഹു തആല നമ്മൾ എത്ര പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട്. നേരം വെളുത്തതിന് ശേഷം നമ്മൾ എത്ര പച്ചവെള്ളം കുടിച്ചു, എത്ര മൂത്രം ഒഴിച്ചു പോയി. സഹോദരന്മാരെ, ഈ കൊടും ചൂടിൽ പോലും 2 ഗ്ലാസ്സിലധികം പച്ചവെള്ളം കുടിക്കാൻ കഴിയാത്ത സഹോദരങ്ങളുടെ കാര്യത്തിൽ ഈ വെള്ളം കുടിച്ച് ആരോഗ്യം എമ്പാടും തന്ന നമ്മളെ നിലപാടുകൾ എന്താണ്? നമ്മൾ എന്താണ് ഇവർക്ക് ചെയ്തു കൊടുത്തത്? ഈ ഡയാലിസിസ് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് എന്ത് ചെയ്തു? ആരോ എവിടെ ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആത്മനിർവൃത്തി കൊള്ളുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യൂ? എൻ്റെ മുന്നിൽ അനാഥ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മുന്നിൽ സമനില തെറ്റിയൊരു സഹോദരന് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ മുന്നിൽ ഡയാലിസിന് വിധേയമാവുന്ന ഒരു കിഡ്നി രോഗികൾ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നെട്ടലിന് ക്ഷതം പറ്റി അരക്ക് താഴെ തളർന്നും കഴുത്തിന് താഴെ തളർന്നും കിടക്കുന്ന സഹോദരൻ്റെ കാണെങ്കിൽ സഹോദരന്മാരെ 4 ചുമരുകളും മേൽക്കൂരയും മാത്രം നോക്കി നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ, മനുഷ്യന്മാരെ ഓരോ പ്രയാസങ്ങൾ കേട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. അവരെന്ത് ചെയ്തു, മറ്റവരെന്ത് ചെയ്തു, അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്തു? ഈ കാര്യത്തിൽ നാളെ അള്ളാഹു തആല ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു തന്ന ആരോഗ്യത്തെപ്പറ്റി ചോദിച്ചു. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും കാണണമെങ്കിൽ ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വന്ന യാത്ര മധ്യേ ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ കണ്ട്, സഹോദരന്മാരെ, ഞങ്ങളെ കുടുംബനാഥൻ മരണപ്പെട്ടിരിക്കുന്നു, ഈ വീട്ടിൽ പട്ടിണിയാണ്. കുടുംബനാഥൻ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, ഈ വീട്ടിൽ പട്ടിണിയാണ്. കുടുംബനാഥൻ നെട്ടിൽ പൊട്ടി കിടക്കുകയാണ്, ഈ വീട്ടിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കുടുംബനാഥൻ്റെ സമനില തെറ്റിട്ടുണ്ട്, ഈ വീട്ടിൽ ഭക്ഷണമില്ല എന്നൊരു ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ എവിടെ നോക്കിയാലും സഹോദരന്മാരെ കാണാൻ പറ്റില്ല. ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ കാണെങ്കിലും അഭിമാനം ഓർത്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മുന്നിലും ഒരു കാര്യം പറയാൻ സാധിക്കാതെ ഉള്ളതെല്ലാം സഹിക്കാവുന്നത് എല്ലാം സഹിച്ച് 4 ചുമരുകൾക്കുള്ളിലാണെങ്കിലും വീടിൻ്റെ അകത്തളങ്ങളിൽ അമർന്നിരിക്കുന്ന ഒരുപാട് സഹോദരൻ, ആയിരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചെറിയ രീതിയെങ്കിലും ഒരു കൈത്താങ്ങ് ഈ സെൻറ്ററിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സഹോദരന്മാർ, ഇതെല്ലാം കാണെങ്കിൽ ഒരു ഫ്ലക്സ് ബോർഡ് കാണൂല എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ഇത് കാണണമെങ്കിൽ സ്വന്തം ഭാര്യമാരും സ്വന്തം മക്കളെയും കൂട്ടി ഊര് ചുറ്റി നോക്കിയാൽ സഹോദരന്മാരെ, കൂട്ടായി കടപ്പുറം മുതൽ ഐക്കരപ്പടി വരെ നടന്നാൽ കാണാൻ പറ്റും. സഹോദരന്മാരെ, വഴിക്കടവിൻ്റെ താരത്ത് ആ മലയോരത്ത് പോയി കഴിഞ്ഞ 2 ആഴ്ച നോക്കിയപ്പോൾ ഒരു വീട്ടിൽ 26, 20, 22 വയസ്സായ 3 കുട്ടികൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കീസിലാക്കിക്കൊണ്ട് അവർക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. സഹോദരന്മാരെ, വഴിക്കടവ് മുതൽ ഇവിടെയുള്ള ഈ ജില്ലയുടെ ഏത് ഭാഗത്ത് പോയി നോക്കിയാലും കാണാൻ പറ്റും. സഹോദരന്മാർ, ഇത് കാണണമെങ്കിൽ ഊര് ചുറ്റിയേ പറ്റുള്ളൂ. ഊര് ചുറ്റിയ സംസ്കാരം അതൊരു പുതിയ സംസ്കാരമല്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരി ഉമർ റളിയല്ലാഹു ലോകം കണ്ടു, ഊര് ചുറ്റി. സഹോദരന്മാരെ, ഉമർ റളിയല്ലാഹു നിയമം നടപ്പിലെടുത്തി എവിടെ നിന്നാണ്? ഹെഡ് ക്വാർട്ടറിൽ ഇരുന്നിട്ട് കിട്ടിയ അധികാരവും സൗകര്യം വെച്ചിട്ട് കസാലയിരുന്ന ആവശ്യക്കാർ എന്നെ തെരഞ്ഞു വരട്ടെ, ആവശ്യക്കാരൻ തരുമ്പോൾ ഞാൻ ഓർഡർ ഇടുന്ന കാത്തിരിക്കല്ല അധികാരികൾ ചെയ്തത്. അവർ ചെയ്ത പണി ഒരു മരുഭൂമിയുടെ യാത്ര ചെയ്തു. മരുഭൂമി ഊര് ചുറ്റി സഞ്ചരിച്ചു. മരുഭൂമിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ വിശപ്പാണ് കാരണം. ബൈത്തുൽ മാലിൽ പോയി ഗോതമ്പ് മാവ് കൊണ്ടുവന്ന് റൊട്ടി ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ അതിൽ നിന്ന് തുള്ളിച്ചാടി കുട്ടികൾ കിടന്നുറങ്ങിയപ്പോൾ അത് കണ്ട് കണ്ണീർ വായ്ത്ത ഉമർ റളിയല്ലാഹു അൻഹു, സഹോദരൻ എവിടെ നിന്നാണ് നിയമം ഉണ്ടാക്കിയത്? മറ്റൊരിക്കൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കണ്ടു. എന്താണ് കരച്ചിലിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയ ഉത്തരം, മുലകുടി നിർത്തിയാൽ മാത്രമേ ഉമർ റേഷൻ കൊടുക്കുകയുള്ളൂ, അതുകൊണ്ട് മുലകുടി നിർത്തുകയാണ്. കുട്ടിയുടെ പിറ്റേന്ന് രാവിലെ ഫജ്ർ നമസ്കരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞതുപോലെ ഒരു ദിവസം പൊട്ടിക്കരഞ്ഞില്ല. എന്താണ്? ഉമർ എത്ര ആളെ കൊന്നു എന്നാണ് ഉമർ റളിയല്ലാഹു ചോദിക്കുന്നത്. അന്നു മുതൽ ഉമർ റളിയല്ലാഹു ഉത്തരവിട്ടു, ജനിച്ചു വീണ എല്ലാ കുട്ടികൾക്കും ഇന്ന് റേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ഉത്തരവാദിത്വം മരുഭൂമിയിലാണ്. മലകൾ താണ്ടിപ്പോണം. നേരത്തെ ഖുർആൻ ഓതി സഹോദരൻ, ആ മലമ്പാത താണ്ടിക്കടന്നു പോയാൽ കാണാൻ പറ്റും പട്ടിണി കിടക്കണം സഹോദരങ്ങൾ എവിടെയാണുള്ളത്. സഹോദരന്മാർ, ഉമർ റളിയല്ലാഹു എവിടുന്നാണ് നിയമം മാറ്റിയത്? മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രസവവേദന എളിയ പെണ്ണിന് ഖിദ്മത്ത് ചെയ്യാൻ മരുഭൂമിയിൽ ഓടിച്ചാടി നടന്ന് ഖിദ്മത്ത് ചെയ്ത കഥ നമ്മൾ പ്രസംഗത്തിൽ സ്റ്റേജിൽ കണ്ടതാണ്. സഹോദരന്മാർ, യൂഫ്രട്ടീസിൻ്റെ തീരത്ത് ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്താൽ ഈ ഉമർ പടച്ചവന് മറുപടി പറയേണ്ടിയിരുന്ന് പൊട്ടിക്കരഞ്ഞ നേതാവ് ഉള്ള കാലഘട്ടത്തിൽ പള്ളി മീറാബും പള്ളി പരിസരം വിട്ട് മനുഷ്യൻ്റെ വേദന കാണാൻ പോകാത്ത മതസമൂഹത്തിൻ്റെ മുന്നിൽ സഹോദരന്മാരെ, ഈ കൊച്ചു കൊച്ചു സംഘങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടും. മതത്തെ വ്യാജമാക്കുന്നവൻ
ആരെന്ന് നീ കണ്ടുവോ? فذلك الذي يدع اليتيم അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്. ولا يحض على طعام المسكين പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ.